മദ്യപിക്കരുത്, നിങ്ങൾ പുകവലിക്കരുത്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ അവര് വീക്കാണ്, ഓൾറെഡി അവരുടെ സിസ്റ്റം വീക്കാണ്. ഇനിയിപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇനി ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യമാണ്, പണ്ടും നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഭക്ഷ്യപ്രതിസന്ധി ഓർത്താണ് നമ്മൾ ഇത്രയും ഉൽപ്പന്നങ്ങൾ ആക്ച്വലി സർപ്ലസ് ആണ് നമ്മുടെ കാര്യത്തിൽ. ഇന്ത്യയുടെ കാര്യത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദുബായിലൊക്കെ ഞാൻ ഉള്ള സമയത്താണെങ്കിലും സർപ്ലസ് മാർക്കറ്റാണത്. സർപ്ലസ് മാർക്കറ്റ്, ധാരാളം സാധനങ്ങളാണ്. നമ്മൾക്ക് ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ടതിലധികം സാധനം നമ്മൾ കഴിക്കുന്നുണ്ട് ഓൾറെഡി തന്നെ. മെജോറിറ്റി പാവങ്ങളുടെ അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളവരൊക്കെ, ഇപ്പം നമ്മൾ അതിദരിദ്രർ ഇല്ലെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയാണ് ദാരിദ്ര്യമൊക്കെ ഉള്ളവരുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. നമ്മൾ കാണുന്ന ഒരു അർബൻ ഏരിയ അല്ലേ നമ്മൾ കാണുന്നത്, നമ്മൾ ഉള്ളിലോട്ടൊന്നും പോയി അതിദരിദ്രരെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പം ദാരിദ്ര്യം ഇല്ല എന്ന് നമ്മളിപ്പം പറയുന്നുണ്ടെങ്കിലും ദാരിദ്ര്യമുണ്ട്. എങ്കിലും നമ്മളൊരു അർബൻ ലൈഫ് കാണുമ്പം എക്സസ് അവർ കഴിക്കുന്ന ഫുഡ് ഇതൊക്കെ ദഹിപ്പിക്കണ്ടേ? അതായത് ഒരു വേവിക്കാത്ത ഭക്ഷണം 1 to 1.5 hours ദഹിച്ച് മാറുമെങ്കിൽ ഒരു ഇറച്ചിയോ മീനോ 7-8 മണിക്കൂർ എടുക്കാം, ദഹിക്കില്ല. നമ്മളത് ദഹിക്കാതെ കിടക്കും. ആ ഭക്ഷണം ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണത്തിൻ്റെ പുറത്തോട്ട് നമ്മൾ അടുത്ത ഭക്ഷണവും കൂടെ കൊടുക്കുകയാണ്. അപ്പം ഇത് ഫെർമെൻറ്റ് ചെയ്ത് പുളിച്ച് ദഹനക്കേടായി രാവിലെ എണീക്കുമ്പോൾ ആകെ അസ്വസ്ഥതയായി. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ രാവിലെ എണീറ്റ ഉടനെ ഒരു ചായയും കൂടെ അങ്ങ് കുടിക്കും. രാവിലെ എണീക്കുമ്പം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ കരിക്കും വെള്ളം കുടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് കുടിക്കുക രാവിലെ എണീറ്റ ഉടനെ. ഇനി വെള്ളം കുടിക്കുന്നത് പഠിക്കാനുണ്ട്. നമ്മൾ കടകളകളാന്ന് എടുത്ത് കുടിക്കുമല്ലോ, അങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം ഭക്ഷണം പോലെ തന്നെ രുചിച്ച് വളരെ ചെറുതായി ഇങ്ങനെ അളവിൽ, ചെറിയ അളവുകളിൽ കുടിക്കണം. സിപ്പ് ചെയ്താണ് കുടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പം ഇതൊക്കെ നമുക്ക് ഏത് പ്രായത്തിലാണെന്നറിയോ പഠിപ്പിക്കാൻ പറ്റുന്നത്? ഒരു ചെറുപ്രായം എന്ന് പറയുമ്പോൾ 4, 5, 6, 3 വയസ്സ് തൊട്ട് അങ്ങോട്ട് ഒരു 7 വയസ്സ് വരെയൊക്കെ. ആ കാലത്ത് അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി അവർ മറക്കാതെ ജീവിതത്തിൽ പിന്തുടരും. ഞാനൊരിക്കലും ഒരു വിഷയമായിട്ടൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞേ, ഒരു 7 വയസ്സിനുള്ളിൽ തന്നെ അവരുടെ പേഴ്സണാലിറ്റി സെറ്റാവും എന്ന് പറഞ്ഞു. പിന്നീട് അവർ കാണിക്കുന്നതൊക്കെ പലതും ഡിസോർഡേഴ്സാണ്. പക്ഷെ നമ്മളത് ശീലമായാണ് പറയുന്നത്. ഒരു കുട്ടി ചില കാര്യങ്ങളിൽ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്കവനെ മാറ്റിയെടുക്കാൻ ഒരു സമയമുണ്ട്. പക്ഷെ വലുതായി കഴിഞ്ഞാൽ അത് മാറില്ല. ഇനിയുള്ള കാലത്ത് ഒട്ടും മാറാൻ പോകുന്നില്ല. അപ്പം ഈ വാശിക്കുമെല്ലാം നമ്മൾ ഇപ്പം KFC വേണം, അത് വേണം, ഭക്ഷണത്തിലെ കാര്യത്തിലൊക്കെ നിർബന്ധ ബുദ്ധി പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ നശിപ്പിക്കുന്നത് അവരുടെ ആരോഗ്യത്തെയാണ്. ഇപ്പം ഈ റീസെൻ്റ്ലി നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും എല്ലാം എന്തു പറഞ്ഞു, നമ്മുടെ നിലവിലുള്ള ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ഇപ്പം ശക്തിയില്ലെന്ന്. ആൻറ്റിബയോട്ടിക്കിനൊക്കെ പഴയ പോലെ ഒരു രോഗത്തെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഇല്ല. നമുക്ക് ഇത്രയും വാക്സിൻ തന്നിട്ടില്ലേ, എന്നിട്ടും നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല അല്ലേ? ഇമ്മ്യൂണിറ്റി എന്താണ്? നമ്മുടെ ബോഡിക്ക് ഓൾറെഡി ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ പാസീവ് ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ വാക്സിനേഷൻ കൊണ്ട് നമ്മൾ ആർജിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്നും ചെയ്യാതെ തന്നെ സിസ്റ്റത്തെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊണ്ടുപോയാൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഞാനൊക്കെ കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞു, എന്നെ ആരെങ്കിലും നിർബന്ധപൂർവ്വം കോവിഡ് വാക്സിൻ എടുക്കണമെന്ന് തന്നെ എനിക്കൊരു 4-5 കോടി രൂപ ഇങ്ങോട്ട് താ. കാര്യം ഞാൻ അത്ര കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തതാണ് എൻ്റെ ബോഡി. ഞാൻ വർഷങ്ങളോളം കോവിഡ് വന്നു. കാര്യം കോവിഡിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ഘട്ടം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് ബോഡി പെയിനും ഒക്കെ ആയിട്ട് അതിന് ശേഷം അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊന്നും സൈഡ് ഇഫക്ട്സോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ചിലർക്ക് ചില ബുദ്ധിമുട്ടോ അതൊന്നും വന്നിട്ടില്ല കോവിഡ് കഴിഞ്ഞിട്ട്. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ഭക്ഷ്യ പ്രതിസന്ധിയെ പേടിച്ച് കുറേ രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിച്ച് കുറേ ഉൽപ്പന്നങ്ങളുണ്ടാക്കി. എന്നിട്ട് ഈ ഉൽപ്പന്നങ്ങളെ ഇപ്പം വാഷ് ചെയ്താൽ പോവുമോ, ഓസോൺ വാഷ് ചെയ്താൽ പോവുമോ, എന്ത് ചെയ്താലും പോകാത്ത തരത്തിലേക്ക് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം വഴി എത്താൻ തുടങ്ങി. കാര്യം അതിലൊരിക്കലും ഞാൻ ഫാർമറിനെ കുറ്റം പറയില്ല. കാര്യം ഒരിക്കലും ഒരു ഫാർമറിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളം അതിദരിദ്ര സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുമ്പം വേദിയിലുണ്ടായിരുന്നത് മമ്മൂട്ടിയായിരുന്നു. കമലഹാസനും മോഹൻലാലും ക്ഷണിച്ചിട്ട് എത്തിയില്ല. കർഷകരെ ആരെങ്കിലും വിളിച്ചോ? അതിദരിദ്ര സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുമ്പം കേരളത്തിൽ കർഷകരില്ലേ?
അതുപോലെ എത്ര കോൺക്ലേവുകൾ ഇവിടെ നടക്കുന്നുണ്ട്, വലിയ വലിയ പത്രമാധ്യമങ്ങൾ വരെ കോൺക്ലേവുകൾ നടക്കും. അവിടെ എവിടെയും കർഷകരെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല, കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കാനില്ല. നെല്ലിവിടെ കെട്ടിക്കിടന്ന് കർഷകർ ബുദ്ധിമുട്ടുമ്പോൾ കേരളം അതിദരിദ്ര സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നെല്ലെടുക്കാൻ മില്ലുകൾ തയ്യാറാവാതെ കിടക്കുന്ന സമയമാണത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും അവരൊക്കെ സമൂഹത്തിന് പല കാര്യങ്ങളും, ഇപ്പം മമ്മൂക്കയെ സംബന്ധിച്ച് പറയാം, മമ്മൂക്കയുടെ കൃഷി ഞങ്ങളാണ് കുറേ നാളുകൾ ചെയ്തത്. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ കർഷകർക്ക് ഒരു വലിയ സമൂഹത്തിൻ്റെ ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് കേരളത്തിൽ അവരെത്തിയിട്ടില്ല, ഒരു സംശയവും വേണ്ട. മറ്റ് സംസ്ഥാനങ്ങളിൽ എടുക്കുമ്പോൾ വലിയ ഭൂ ഉടമകളാണ് കർഷകർ, വ്യവസായികളെന്നാണല്ലോ അവരെ പറയുന്നത്. തമിഴിൽ വ്യവസായികളെന്നാണ് പറയുന്നത്, വ്യവസായം എന്നാണ് അവർ കൃഷിയെ പറയുന്നത്. അവരുടെ വ്യവസായമാണത്. അവർക്ക് മിനിമം നാട്ടിലെങ്കിലും ഒരു വിലയുണ്ടാവും, വലിയ കർഷകർക്കൊക്കെ. അവരാരും ആഡംബര ജീവിതം നയിക്കുന്നവരായിരിക്കില്ല. വലിയ ഭൂസ്വത്തുക്കളുണ്ടെങ്കിലും ഒന്നും ആഡംബര ജീവിതം, നമ്മളെപ്പോലെ വലിയ വീട്, 2-3 വണ്ടികൾ, നമ്മളെങ്ങനെ മലയാളി ഇതിലേക്ക് പോയി എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. കാര്യം നമുക്കറിയാവുന്ന എത്രയോ പേര് ഓരോ വീടുകൾ പണിതിട്ടിട്ട് ഇപ്പോൾ വിൽക്കാൻ ഓടി നടക്കുക, 1.5 കോടി 2 കോടി രൂപയുടെ. വിദേശ രാജ്യങ്ങളിൽ ടാക്സും കൊടുത്ത് ലോണും എടുത്ത് പണിയുന്ന വീടുകളാണ്. പക്ഷേ അവർക്കതിൽ താമസിക്കാനും പറ്റുന്നില്ല, ഈ ലോൺ അടച്ചിട്ട് ഒരു നല്ല ഭക്ഷണം മേടിച്ചിട്ട് കഴിക്കാനും പറ്റുന്നില്ല. നമ്മളൊരു ബാധ്യത വന്നാൽ ആദ്യം എവിടെയാണ് ചുരുങ്ങുന്നത്? ഭക്ഷണത്തിലായിരിക്കും, അല്ലേ? വാങ്ങിക്കുന്ന നല്ല നല്ല സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചുരുക്കും. അപ്പോൾ ബേസിക്കലി ഇപ്പം ഞാനൊരിക്കലും പരാജയപ്പെട്ടു എന്ന് എന്നെ തന്നെ ബോധിപ്പിക്കാൻ ഞാൻ റെഡിയല്ല. ബിക്കോസ് ഇന്നലെയും എനിക്കൊരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്നെ കുറേ പ്രാവശ്യം ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നപ്പം ഞാൻ എടുത്തു നോക്കി. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, ഞാനൊരു 3 വർഷം മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പുട്ടുപൊടി മേടിച്ചു, ഈ 3 വർഷത്തിൻ്റെ ഇടയിൽ ഒന്നും അതുപോലൊരു പുട്ടുപൊടി വെച്ച് എനിക്ക് പുട്ടുണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അത് കിട്ടുമോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, നിലവിലില്ല, പ്രൊഡക്ഷൻ എല്ലാം ഞാൻ നിർത്തി. അവസാനം എൻ്റെ നെല്ലെല്ലാം ഞാൻ വെറും തുച്ഛമായ വിലയ്ക്ക് എനിക്ക് യൂണിറ്റ് ഒഴിയാൻ വേണ്ടി ഞാൻ കൊടുക്കേണ്ടി വന്നു. ഏതായാലും അത് കിട്ടില്ല. അപ്പോൾ എന്നോട് പുള്ളി ചോദിച്ചാൽ എന്നാണെന്നറിയാമോ, ആ ക്വാളിറ്റിയിലൊരു ഓൾട്ടർനേറ്റീവ് പറയാമോ, സജസ്റ്റ് ചെയ്യാമോ? ഞാൻ പറഞ്ഞു ഒരിക്കലും പറ്റില്ല. കാര്യം ഞാനത് പരീക്ഷിച്ച് ഫിക്സ് ചെയ്തൊരു സാധനമാണ്, ഡയറക്റ്റ് ഫ്രം ഫാമേഴ്സ്. കാര്യം ഞാൻ ഇപ്പം ആൾക്കാർ ചോദിക്കും, ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഫാർമറേയും സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് ഫാമേഴ്സ് ആരും സർട്ടിഫൈഡ് വേണ്ടായിരുന്നു. സർട്ടിഫിക്കേഷനൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുമെന്നേ കാശ് കൊടുത്താൽ. പക്ഷെ എനിക്ക് അഡമൻ ഫാമേഴ്സിനെ വേണമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫാർമറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി മിണ്ടി കഴിയുമ്പോഴും അവർ സംസാരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവും ഇവർ ഇതിലൊരു മായവും ചെയ്യാത്തവരാണ്. അപ്പം ഞാൻ ചില സോഴ്സുകളിൽ നിന്നൊക്കെ അവരെക്കുറിച്ച് അന്വേഷിക്കും, അവരുടെ പണിക്കാരെക്കുറിച്ച് ഞാൻ ചോദിക്കും, അവരെന്താ അവിടെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. പിന്നെ ഞാൻ അടിക്കടി പോകും, അവിടെ എല്ലാം ഞാൻ പോകും, ആന്ധ്ര, തമിഴ്നാട് എല്ലാം ഞാൻ പോകും. അപ്പോൾ പോയിട്ട് ഞാൻ അവരെ ഫാമിങ് എല്ലാം ഏരിയ എല്ലാം കാണും. എന്നിട്ട് ഞാൻ അവിടെ നിന്നായിരിക്കും എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ പുട്ടുപൊടിയിൽ തന്നെ പല അരികൾ, എൻ്റെ കട പൂട്ടുമ്പോൾ 41 വെറൈറ്റി അരിയിലാണ് എൻ്റെ കട ക്ലോസ് ചെയ്യുന്നത്. 41 വെറൈറ്റി കൊണ്ടുവരാൻ ഞാൻ എത്ര നാൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ 41 വെറൈറ്റി എന്നൊക്കെ കേട്ടിട്ട് അന്നത് വാർത്തയാക്കാൻ വന്നവർ അന്തം വിട്ടു. 41 വരെ ഞാൻ ഇത് 100 ചില്ലാനാക്കാൻ വേണേ, 200 ആക്കാം. നിങ്ങൾ ധരിക്കണ്ട ഒരു വെറൈറ്റി റൈസാണ് ഉള്ളതെന്ന്.